ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമ്പനി ബോർഡ് LGS പരീക്ഷയെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 80 മാർക്ക് വാങ്ങിയാൽ നിങ്ങൾ കമ്പനി ബോർഡ് LGS പാസ്സാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് 80 മാർക്ക്, അതായത് നിങ്ങൾ 80 മാർക്കും 80 മാർക്കിന് മുകളിലോട്ടുമാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സേഫ് സോണിലോട്ടേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതായത് നമ്മൾ ഇതുവരെ നടന്നിട്ടുള്ള പരീക്ഷകളുടെയൊക്കെ ഒരു അനാലിസിസ് വെച്ചിട്ടാണ് ഈ ഒരു മാർക്ക് റേഞ്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് പരീക്ഷ കഴിയുന്നതിന് മുന്നേ നമ്മൾക്കൊരു സ്കോർ പറയാന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള എല്ലാ LGS ലെവൽ എക്സാമും അനലൈസ് ചെയ്തതിന്റെ ബേസിസിൽ പറയുന്നതാണ് 80 മാർക്ക് സ്കോർ ചെയ്താൽ നമ്മളൊരു സേഫ് സോണിലായിരിക്കും നിൽക്കുക. ഓക്കെ, അപ്പൊ ഈ 80 മാർക്കിലോട്ടേക്ക് എങ്ങനെ എത്താം, എങ്ങനെ ഈ ഒരു 80 മാർക്ക് നമ്മുടെ കൈക്കുള്ളിൽ സെക്യൂർഡ് ആക്കി വെക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സിലബസ്, കമ്പനി ബോർഡ് LGSന്റെ സിലബസ് വരുമ്പം അതിൽ 40 മാർക്ക് GK പൊതുവിജ്ഞാനം, 20 മാർക്ക് ആനുകാലിക വിഷയങ്ങൾ, 10 മാർക്ക് സയൻസ്, 10 മാർക്ക് പൊതുജന ആരോഗ്യം, അടുത്ത 20 മാർക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. ഇങ്ങനെയാണ് നമുക്ക് 100 മാർക്കിന്റെ വെയിറ്റേജ് വരുന്നത്. ഈ ഒരു വെയിറ്റേജ് അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ 80 മാർക്ക് നമുക്ക് ഈ ഒരു ഏരിയാസിൽ സ്കോർ ചെയ്യാമെന്ന് നോക്കാം. LGS പരീക്ഷയുടെ പ്രത്യേകത എന്താ? ഡിഗ്രി ലെവൽ ഉള്ളവർക്കും അല്ലെ, 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമായിരുന്നു നമ്മുടെ ഈ ഒരു കമ്പനി ബോർഡ് LGS തസ്തിക എന്ന് പറയുന്നത്. സോ എല്ലാ ലെവലിലുള്ള ആളുകളും വന്ന് എഴുതുന്ന ഒരു പരീക്ഷ തന്നെയായിരിക്കും ഇത്. അപ്പൊ ഇവിടെ നമുക്ക് പരീക്ഷയുടെ ഇതുവരെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹയർ ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ തീരെ ലോവർ ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻസും അല്ല, ഒരു മീഡിയം റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിൽ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറെ ഏരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾക്ക് ബേസിക് ലെവലിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളും ഉണ്ട്. സോ ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറും ഇതുവരെ നടന്ന പരീക്ഷകളുടെ ഒരു പാറ്റേൺ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പഠിച്ചു തുടങ്ങാൻ. അങ്ങനെ മനസ്സിലാക്കി പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക്, അതിപ്പം ബിഗിനർ ആണെങ്കിലും ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിലും സുഖമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സുഖമായിട്ട് 80 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സിലബസ് ഒന്ന് എടുത്ത് നോക്കാം. ഈ സിലബസിൽ ഞാൻ പറഞ്ഞു 40 മാർക്ക് പൊതുവിജ്ഞാനമാണ്, GK ആണ്. ഈ 40 മാർക്കിന് നമ്മൾ വീണ്ടും എന്ത് ചെയ്തിരിക്കുകയാണ്? വീണ്ടും 7 ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കുവാണ്. 5 മാർക്ക് വെച്ച് 7 ഭാഗങ്ങളാക്കിയിട്ട് 7-8 ഭാഗങ്ങളാക്കിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ആദ്യത്തത് 5 മാർക്ക് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയ മേഖലയാണ് ഫസ്റ്റത്തെ 5 മാർക്കിൽ പറയുന്നത്. ഇവിടെ നമ്മൾ കൃത്യമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നുള്ളിടത്ത് റിവോൾട്ട് ഓഫ് 1857 എന്ന ഭാഗത്തു നിന്ന് എന്ത് വരുന്നുണ്ട്? നല്ല രീതിക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദേശീയ പ്രസ്ഥാനങ്ങൾ, പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ഈ ഒരു ഏരിയയ്ക്ക് ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ 3 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഏരിയയിൽ നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഏരിയാസ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്യുമ്പം അവിടെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഏരിയാസ് എന്ത് ചെയ്യുക? ഒന്നും കൂടി നന്നായിട്ട് പഠിക്കുക. ആ ഒരു ഭാഗത്തുനിന്ന് ഇപ്പം SCRTയിലെ ഫാക്റ്റുകളും ഉൾപ്പെടുത്തി നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ സുഖമായിട്ടൊരു 3 to 4 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മളിപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, പിന്നെ വിവിധ മേഖലകൾ, പഞ്ചവത്സര പദ്ധതികൾ എന്ന ഭാഗത്തു നിന്ന് 5 മാർക്കുണ്ട്. ഇതിൽ പഞ്ചവത്സര പദ്ധതി എന്നത് എന്താണ്? ഷുവർ ഷോട്ടാണ്. ഷുവർ ഷോട്ടായിട്ട് 2 മാർക്ക് വരുന്ന ഏരിയ ആണ് ഏതെന്ന് പറയുന്നത്? പഞ്ചവത്സര പദ്ധതി, പിന്നെ ഇന്ത്യൻ പ്ലാനിംഗ് എന്ന ഭാഗം. സോ ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് അവിടെ സുഖമായിട്ട് മാർക്ക് കിട്ടുന്നതാണ്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ അപ്രോച്ച് ചെയ്യാം. അതുപോലെ തന്നെ വിവിധ മേഖലകളുടെ പുരോഗതികൾ, ഈ ഒരു വിവിധ സെക്ടേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇനി അടുത്ത ഈ 5 മാർക്ക് ഇത് നിങ്ങളുടെ ഗോൾഡൻ ആയിട്ടുള്ള, എന്താ പറയാ, നമുക്കൊരു ഗോൾഡൻ ടോപ്പിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്
കൃത്യമായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും നമുക്ക് ചെറിയ ടൈമിൽ നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏരിയ ആണ്. അത് വൃത്തിയിൽ അറിയുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും ഇവിടെ 2 മാർക്കുണ്ട്. അതുപോലെ തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ. ഇപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, DPSP തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയിൽ തന്നെ അവിടെ പഠിച്ചു പോകുകയാണെങ്കിൽ ഇവിടെ സുഖമായിട്ട് 5 മാർക്ക് കിട്ടും. അപ്പം ഈ ഒരു ടോപ്പിക്കിനെ ഒന്നും ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ഒരു ടോപ്പിക്കിനെ ഒന്നും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റിയ ഏരിയാസ് ഇല്ല. ഈ ഒരു നമ്മുടെ ഈ ഒരു ലാസ്റ്റ് പറഞ്ഞേക്കുന്ന ഈ 5 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് അവിടെ 5 മാർക്ക് കിട്ടുന്നതാണ്. ഏറ്റവും കുറഞ്ഞത് അവിടെ നിന്ന് 4 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്ന ഏരിയനെ ഒരിക്കലും ആരും സ്കിപ്പ് ചെയ്യരുത്. കാരണം നമുക്ക് 80 മാർക്കിലോട്ടേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. അടുത്തത് നമ്മുടെ ജോഗ്രഫിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ അതിർത്തികൾ, ഇന്ത്യയുടെ അതിർത്തികളുമായി ബന്ധപ്പെട്ടിട്ട് ഇതും നമുക്ക് പഠിച്ചെടുക്കാൻ അങ്ങനെ അത്ര വലിയ ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഇന്ത്യയിലെ അതിർത്തികൾ, പ്രധാനപ്പെട്ട അതിർത്തികൾ ചുരുങ്ങിയ സമയത്ത് പഠിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, മാപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആനിമേഷൻ വീഡിയോസ് ഉണ്ടാവും, കൂടുതൽ നിങ്ങൾക്ക് മാപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിർത്തികൾ പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ വിഷ്വലി നമ്മളിത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ ഒരു ഏരിയ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ട് ജിയോഗ്രഫിക്കലിയുള്ള നമ്മുടെ സവിശേഷതകളുണ്ട്. അതൊക്കെ എന്താണ്, ഫാക്റ്റുകളാണ്, ഫാക്റ്റാണ്. അപ്പൊ അത്തരത്തിലുള്ള ഫാക്റ്റുകൾ പഠിക്കാൻ ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഡെയിലി കേട്ടോണ്ടിരിക്കുക. ഡെയിലി എന്ത് ചെയ്യുക, കുറച്ചായിട്ട് ഡെയിലി ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കേട്ടോണ്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് അവിടെ സെക്യൂർഡ് ആവും മാർക്ക്. അതിനുശേഷം നിങ്ങൾ അവിടുത്തെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മതിയാകും. ഓക്കെ, ഇനി കേരള ഭൂമിശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഇവിടെ 10 മാർക്കുണ്ട്. ഇത് വളരെ ഗോൾഡൻ പോയിന്റ് ആണ്. കാരണം ഇവിടെ 10 മാർക്കാണ് വെയിറ്റേജ് ആയിട്ട് വരുന്നത്. ഈ ഒരു ഏരിയ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇപ്പൊ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും ഒന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നദികളിൽ നിന്നും കായലുകളിൽ നിന്നും നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നദികളും കായലുകളൊക്കെ നമ്മൾ കുറച്ചൊന്ന് എഫോർട്ട് എടുത്താൽ നിങ്ങൾക്ക് ഒരു 3 ദിവസം കൊണ്ടോ, 3 ദിവസത്തിന്റെ ആവശ്യം പോലും ഇല്ല. ബിഗിനർ ആണെങ്കിലാണ് 3 ദിവസത്തിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പഠിച്ചവർ എന്ത് ചെയ്യുക, പഠിച്ചവർ കൃത്യമായിട്ട് റിവൈസ് ചെയ്താൽ ഈ ഒരു സാധനം സെറ്റാണ്. ഇവിടത്തേക്ക് ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇതൊക്കെ ഫാക്റ്റുകൾ ആയതുകൊണ്ട് വൺസ് നിങ്ങൾ ഇതൊന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലൈഫ് ലോങ് നിങ്ങൾക്ക് യൂസബിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അവിടെ വരുന്ന ചെറിയ കറണ്ട് അഫയേഴ്സിൽ വരുന്ന അപ്ഡേഷൻസ് മാത്രമേ വരത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ബേസിക് ഫാക്റ്റുകളാണ്. അപ്പൊ അത് പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് അത് മറ്റു പരീക്ഷകൾക്കും യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വൈദ്യുത പദ്ധതികൾ ഇമ്പോർട്ടന്റ് ആണ്. വൈദ്യുത പദ്ധതികൾ, പിന്നെ വന്യജീവി സങ്കേതങ്ങൾ, ഇവിടെയൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല. ഈ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല. ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെ, പെരിയാറ്, തുടങ്ങിയ വന്യജീവി സങ്കേതങ്ങളെയൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. ഓരോ വന്യജീവി സങ്കേതങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും കേട്ടോണ്ടിരുന്നാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, വൈദ്യുത പദ്ധതികൾ, പിന്നെ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളുണ്ട്. നമ്മുടെ ഇപ്പോൾ കേരള ഭൂമിശാസ്ത്രമുണ്ട്, മലനാട്, ഇടനാട്, തീരപ്രദേശം, അതുപോലെ തന്നെ നമ്മുടെ കരദൈർഘ്യം എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള ബേസിക് ഫാക്റ്റുകൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. ഇവിടെ 10 മാർക്ക് വെയിറ്റേജ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പറയാനുള്ളത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതിയാണ്. അപ്പോൾ അവിടെ നമ്മുടെ സാഹിത്യ മേഖലയും കായിക മേഖലയും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ പ്രധാനപ്പെട്ട കായിക മേഖലയിലാണെങ്കിലും സാഹിത്യ മേഖലയിലാണെങ്കിലും വരുന്ന അവാർഡ്സും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് പഠിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 40 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ 40 മാർക്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 25 മാർക്കിന് മുകളിലോട്ടേക്ക് അല്ലെങ്കിൽ ഒരു 30 മാർക്ക് വാങ്ങാൻ പറ്റും. നിങ്ങൾക്ക് എന്തായാലും 40 മാർക്കിൽ എങ്ങനെ പോയാലും ഒരു 30 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ബേസിക്സ് സ്ട്രോങ് ആക്കിയാൽ മതി. ബേസിക്സ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഒരുപാട് ഹയർ ലെവൽ, അപ്ലൈഡ് ലെവൽ അല്ലെങ്കിൽ കോൺസെപ്ച്വൽ ലെവലിലേക്കും ഒരുപാട് മുകളിലോട്ട് കയറി പോകാണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ അത്ര സ്ട്രോങ് ആയിരിക്കണം. അത്രയും ബേസിക് ഫൗണ്ടേഷൻ നിങ്ങൾ ഉറപ്പിക്കുക എന്നതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. സോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബേസിക്സ് സ്ട്രോങ് ആണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. നിങ്ങൾക്ക് 30 മാർക്ക് ഉറപ്പിക്കാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് 30 മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം അവിടെ 30 മാർക്ക് ഉറപ്പിക്കുക, അതായത് പഠിച്ചു പോയാൽ മാത്രം പോരാ, ക്വസ്റ്റ്യൻസ് വർക്കൗട്ടും കൂടി ചെയ്യണം. അത്തരത്തിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ടും കൂടി ചെയ്താലേ നമുക്ക് അവിടെ എന്ത് കിട്ടത്തുള്ളൂ, ആ ഒരു 30 മാർക്കിലേക്ക് നമ്മൾ എത്തത്തുള്ളൂ.
ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു സാധനം പഠിച്ച ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഓ ഇത് ഇത്ര അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ഇത് അത്രയും നമ്മൾ ഉദ്ദേശിച്ച അത്രയും ടഫ് അല്ലല്ലോ എന്നുള്ളൊരു ബോധം നമുക്ക് അപ്പൊ വരുന്നതാണ്. ഇനി ആനുകാലിക വിഷയങ്ങളാണ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. ആനുകാലിക വിഷയങ്ങളിൽ ഡെയിലി ഇരുന്ന്, അതായത് നമുക്ക് രണ്ട് രീതിയിൽ പഠിക്കാം. ഒന്നെങ്കിൽ ഡെയിലി ഇരുന്ന് പഠിക്കുന്നവരുണ്ട്, പിന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഇരുന്ന് പഠിക്കുന്നവരുണ്ട്. നിങ്ങളുടെ ചോയ്സ് ആണ്. അതായത് നിങ്ങൾക്ക് ഏതാണ് കുറച്ചും കൂടി കൂടുതൽ, അതായത് നിങ്ങൾക്ക് ഏതാണ് കുറച്ചും കൂടി കൺവീനിയന്റ് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കറണ്ട് അഫയേഴ്സിനെ പഠിക്കാം. എങ്കിലും നിങ്ങൾ ഡെയിലി കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോകുന്നതും ഡെയിലി നിങ്ങൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. നിങ്ങൾക്കൊരു മന്ത്ലി കറണ്ട് അഫയേഴ്സ് മാഗസിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എന്ത് ചെയ്യാം, റെഫർ ചെയ്യാവുന്നതാണ്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ടെലിഗ്രാംസിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പോൾ ചാനൽസ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോളുകൾ ചെയ്യാം. പോളുകൾ ചെയ്ത് പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. 20 മാർക്ക് അവിടെ വെയിറ്റേജ് ഉണ്ട്. നമ്മൾ ഈ പഠിക്കുന്ന മൊത്തം സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക, അതായത് നമുക്ക് കുറച്ചും കൂടി എഫോർട്ട് ഇട്ട് പഠിക്കേണ്ട ഒരു സാധനം കറണ്ട് അഫയർ തന്നെയാണ്. പിന്നെ കറണ്ട് അഫയറിൽ മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ നമുക്ക് പല സോഴ്സസ് കിട്ടും. ഒരുപാട് സോഴ്സസുകളുണ്ട്. അപ്പൊ പല ഭാഗത്തും നമുക്ക് ഒരുപാട് വാരി വലിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ പഠിക്കേണ്ട, ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പോൾസ് വഴിയും അല്ലാണ്ടും എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സയൻസിലേക്ക് വരുമ്പോൾ ജീവശാസ്ത്രം, അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രം, കെമിസ്ട്രി എന്നൊക്കെ നമുക്ക് 5 മാർക്കാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ ജീവശാസ്ത്രത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് വലിയ ടോപ്പിക്കാ. പക്ഷെ ഇത് മൊത്തം പഠിച്ചാലും നിങ്ങൾക്ക് 5 മാർക്കല്ലേ ഉള്ളൂ. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതുവറിവ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കാരണം ബാക്കി ടോപ്പിക്കുകൾ, ഇപ്പൊ ജീവകങ്ങളിൽ നിന്ന് എന്തായാലും 1 മാർക്ക് വരും. കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഭക്ഷ്യ കാർഷിക വിളകളിൽ നിന്ന് എന്തായാലും 1 മാർക്ക് കിട്ടും. പിന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളും അവിടെ 1 മാർക്ക് ഉണ്ട്. അപ്പൊ ഈ ബാക്കി ഏരിയാസ് പഠിച്ചതിന് ശേഷം സമയമുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ടൈം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതുവറിവ് പഠിക്കാവുന്നതാണ്. സോ ഇവിടെയും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പം അടുത്തത് പറയാനുള്ളത് സയൻസ് ആണ്. സയൻസ് നമ്മുടെ രസതന്ത്രം, ഭൗതികശാസ്ത്രം തുടങ്ങിയ ഏരിയ ആണ്. ഇവിടെ ബേസ് ഇല്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ആദ്യമായിട്ട് സയൻസ് പഠിക്കാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഈ ഒരു ഏരിയാസ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാം. ഇവിടെയും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു എന്താ പറയുക, ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയല്ല. ഇത് LGS ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷനിൽ നിന്നൊക്കെ നിങ്ങൾ ഒരുപാട് ഹയർ ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണ്ട. എന്നാൽ തീരെ ലോവർ ലെവലും ആയിരിക്കില്ല, ഒരു മീഡിയം റേഞ്ചിൽ. എന്നാൽ നമുക്ക് എല്ലാവർക്കും ബേസിക്സ് അറിയുമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഈ ഒരു സെക്ഷൻ. സയൻസിന്റെ സെക്ഷനിൽ നിങ്ങൾ കൂടുതലും എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് തന്നെ പ്രാധാന്യം കൊടുക്കുക. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ്, ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ഏരിയ അങ്ങനെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഏരിയാസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കേണ്ടത്. ഇപ്പം ആറ്റത്തിന്റെ ഘടനയും അവിടുന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ ധാതുക്കളുടെ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. പ്രവൃത്തിയും ഊർജവും തുടങ്ങിയ ഭാഗങ്ങൾ, ലൈറ്റിന്റെ ഭാഗത്തുനിന്ന് ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷെ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസ് ആണ്. ആ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസ് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസ് ഏതാണെന്ന്. ആ ഏരിയാസ് നോക്കിയിട്ട് ആ ഒരു ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നിങ്ങൾ അവിടെ 80 മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആ 1 മാർക്ക് അവിടെ ഉറപ്പിക്കേണ്ടത്. ഇനി പൊതുജനാരോഗ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം നമുക്ക് ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ 8 to 9 മാർക്ക് സുഖമായിട്ട് വാങ്ങാൻ വേണ്ടി സാധിക്കും. കാരണം സാംക്രമിക രോഗങ്ങളും രോഗകാരികളും റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ്. ഇവിടെ നിന്ന് എപ്പോഴും ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ, വൈറസ് പരത്തുന്ന രോഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആണ്. അതിന്റെ ടെസ്റ്റുകൾ, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. അത് പഠിക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയ ഒക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയത്തിന്റെ ആവശ്യമില്ല. ചുരുങ്ങിയ സമയം, ചെറിയ സമയം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. 1-2 ദിവസങ്ങൾ എടുത്ത്, നിങ്ങളിപ്പോൾ 3-4 ദിവസങ്ങൾ എടുത്താൽ പോലും കൃത്യമായിട്ട് നിങ്ങൾ വൺസ് അത് പഠിച്ച് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുവർ ഷോട്ടാണ് അവിടെ 1 മാർക്കൊക്കെ ഷുവർ ഷോട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ ഈ പറഞ്ഞതുപോലെ വളരെ അടിപൊളിയായിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ധാരാളം വരുന്നുണ്ട്. പ്രമേഹത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുറഞ്ഞ സമയത്തിൽ പഠിച്ച് നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, അതായത് റിപ്പീറ്റഡ് ആയിട്ട്
ഇപ്പോൾ ഓരോ പദ്ധതികളുണ്ട്, മന്ദഹാസം, അങ്ങനെ പല പദ്ധതികളുണ്ട് നമ്മുടെ ഗവൺമെന്റിന്റെ. അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പദ്ധതികളുണ്ട്, കാരുണ്യ, അങ്ങനെ പല പദ്ധതികളുണ്ട്. അപ്പോൾ ആ പദ്ധതികൾ കൃത്യമായിട്ട് അറിയുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെയും മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ പോയാലും 8 to 9 മാർക്ക് നന്നായി പഠിക്കുന്ന ഒരാൾക്ക്, കൃത്യമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് വാങ്ങാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു ഏരിയയിൽ അതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് മാത്സ് ഉണ്ട്. മാത്സിന്റെ കാര്യത്തിൽ പറയാനുള്ളത് അവിടെ 20 മാർക്ക് വെയിറ്റേജ് വരുന്നുണ്ട്. അവിടെ എന്താ പറയാനുള്ളത്, നിങ്ങൾ കൃത്യമായിട്ടും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വെച്ച് നന്നായിട്ട് എന്ത് ചെയ്യുക, ഡെയിലി ഇരുന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ഡെയിലി ഒരു 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് മാത്സ് എന്നും ഞാൻ 10 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടേ കിടക്കൂ എന്ന് നിങ്ങൾക്കൊരു പ്രോമിസ് കൊടുക്കുക. എന്നും ഒരു 10ഓ 20ഓ ചോദ്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോവുക. എക്സാം ആകുമ്പോഴേക്കും എന്താകും, എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾ പ്രോപ്പറായിട്ട് ആ ഒരു ഇതിൻ്റെ ഓർഡറിലേക്ക് വന്നിട്ടുണ്ടാവും. അവിടെയും നിങ്ങൾക്ക് എങ്ങനെ പോയാലും 15ന് മുകളിൽ അല്ലെങ്കിൽ 18ന് മുകളിലോട്ടേക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഒരുപാട് ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യരുത്, എന്നാൽ തീരെ ലോവർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യരുത്. ഒരു മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻ, അത് അവിടെ തന്നെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ പക്ഷേ കടുകട്ടിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ആയിരിക്കില്ല വരുന്നത്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ ഫാക്ട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് 3 സ്റ്റേറ്റ്മെന്റ് തരും, ആ 3 സ്റ്റേറ്റ്മെന്റും ചിലപ്പോൾ ഫാക്റ്റുകളായിരിക്കും. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺസെപ്ച്വൽ നോളജ് വർദ്ധിപ്പിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ഫാക്ച്വൽ നോളജ് കൂട്ടുക എന്നതാണ് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കോൺസെപ്റ്റ് പഠിക്കരുതെന്നല്ല, ഫാക്റ്റുകൾ നിങ്ങൾ കൃത്യമായി വൃത്തിയായി ഒരടുക്കും ചിട്ടയോടും കൂടി തന്നെ എന്ത് ചെയ്യണം, ഫാക്റ്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഷുവറായിട്ടും 80 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുകയും പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുകയും പ്രോപ്പറായിട്ട് മോക്ക് എക്സാംസ് ചെയ്യുന്ന ഒരാൾ 80 മാർക്ക് വാങ്ങുകയും ഈ ഒരു ഇതിൽ നമുക്ക് ഒരു സേഫ് സോണിലോട്ടേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എങ്ങനെ ഈ ഒരു കമ്പനി ബോർഡിന് 80 മാർക്ക് വാങ്ങാം, എങ്ങനെ ഈ കമ്പനി ബോർഡ് LGS അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് 80 മാർക്ക് എങ്ങനെ വാങ്ങാം എന്നതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ മറക്കണ്ട. സിലബസ് കൃത്യമായി നോക്കുക, ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ടോപ്പിക്കുകൾ പഠിക്കുക. ഒരുപാട് ലെവൽ കൂടി അങ്ങ് വലിച്ചു വാരിയിരുന്ന് പഠിക്കാനല്ല പറയുന്നത്. പഠിക്കണ സാധനങ്ങൾ കൃത്യമായ ഫാക്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് കാര്യം. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പഠിക്കുക. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ, എക്സാമിന് മുന്നേ എത്ര ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യണം. അത് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. നിങ്ങളിനി ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരിക്കലും മിസ്സാക്കരുത്. കൃത്യമായിട്ട് നിങ്ങളത് റിവൈസ് ചെയ്യണം. കൃത്യമായിട്ട് നിങ്ങളത് എക്സാം അറ്റൻഡ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയാണ്, ഏത് ഏരിയയിലാണ് എനിക്ക് മാർക്ക് പോകുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ആ ഐഡൻറ്റിഫൈ ചെയ്ത ഏരിയ എടുത്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. അവിടെ നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ ഈ ഒരു പരീക്ഷേനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അങ്ങനെ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 80 മാർക്കിലോട്ടേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ നമ്മുടെ മുന്നിലുള്ളത് ഈ 80 മാർക്കിന് മുകളിലോട്ടേക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത്തരത്തിൽ സ്കോർ ചെയ്താലേ നമുക്ക് നല്ലൊരു ലെവലിലോട്ടേക്ക് കയറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളെ ആ ഒരു ലെവലിലോട്ടേക്ക് എത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ CC എന്ത് ചെയ്യുന്നുണ്ട്, CC ഒരു പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഡെയിലി പഠിക്കാനുള്ള സ്റ്റഡി ടേബിളും മെന്റർഷിപ്പ് സപ്പോർട്ടും ലൈവ് ക്ലാസ്സുകളുടെ PDF നോട്ടും ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ എക്സ്ട്രാ വീക്ക്ലി എക്സാംസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമാകാൻ, നമ്മുടെ CC ഫാമിലിയുടെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.